എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരിക്കുന്ന, അതായത് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്ന് നോക്കാം. അവരൊരു കൺഫ്യൂഷനിലായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു ബന്ധത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിലവിൽ തീർച്ചയായിട്ടും എന്ത് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവരൊരു ഇമ്മച്യൂർഡായിട്ടുള്ളൊരു എനർജി ആയിരിക്കും. തീർച്ചയായിട്ടും അവർക്കൊരു തീരുമാനം എടുക്കുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം ഈ ഒരു കാര്യത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരൊരുപാട് അവരെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവരുടെ വൈകാരികത, അതായത് അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ നിയന്ത്രിക്കുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് അവരുടെ കാര്യങ്ങൾ, അതായത് ശരിക്കുമുള്ളൊരു ഫീലിങ്സ് അല്ല അവർ പുറത്തു കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു തീരുമാനമെടുക്കാനുള്ളൊരു, അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്ട്രെങ്ത് ഇല്ല എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് വരണം എന്നൊക്കെയുണ്ട്. അതായത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവർ വന്നാൽ ആ ഒരു സ്നേഹം നിങ്ങൾ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കയുണ്ട്. അതാണ് അവരെ കൺഫ്യൂഷനിലാക്കുന്നതെന്നാണ് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്. അതായത് നിങ്ങൾ അവരുടെ സ്നേഹം തിരസ്കരിക്കുമോ എന്നൊരു പേടിയുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ ഒരു 10 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ ഒരു ബന്ധത്തിലൊരു ഒരു പ്രതീക്ഷയൊക്കെ ഇപ്പോൾ അവർ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിലൊരു പ്രതീക്ഷയൊക്കെ അർപ്പിക്കുന്നതായിട്ടാണ് കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോഴും അവരുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്തു വെക്കുകയാണ്. അവർക്കൊരു പേടിയുണ്ട് തീർച്ചയായിട്ടും. അതായത് നിങ്ങളുടെ ബന്ധം അവരാഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി അക്സെപ്റ്റൻസോട് കൂടിയൊരു വിവാഹമാണ്. അതിന് ഈ ഒരു സമയത്ത് പോസിബിൾ ആകുമോ? നിങ്ങളുടെ ഫാമിലി അംഗീകരിക്കുമോ? ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി അംഗീകരിക്കാത്തൊരു ബന്ധമായിരിക്കാം. നിങ്ങൾ രണ്ട് കാസ്റ്റിൽപ്പെട്ടവരാവാം, അല്ലെങ്കിൽ സൊസൈറ്റി അംഗീകരിക്കാത്ത തരം ഒരു ബന്ധമാവാം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് തന്നെയാണ് അവരുടെ മനസ്സിൽ. തീർച്ചയായിട്ടും ഇതൊരു വിവാഹത്തിലേക്കൊക്കെ എത്തുമോ, ഒരു ഫാമിലി അക്സെപ്റ്റൻസോട് കൂടി ഒരു വിവാഹത്തിലേക്ക് എത്തുമോ എന്നൊക്കെ ആ ഒരു വ്യക്തി ഈ ഒരു സമയം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ യഥാർത്ഥ വികാരങ്ങൾ ആ ഒരു വ്യക്തി ഇപ്പോൾ മറച്ചു വെക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക ട്രഡീഷണൽ പേഴ്സണാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരും അങ്ങനെയാണ്. അവർ പരമ്പരാഗതമായിട്ട് കുറേ വിശ്വാസങ്ങളിലൊക്കെ അവർ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതൊക്കെ ഇതിന് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഭയം ആ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു താമസം. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുണ്ട്, അവരൊരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് വരാനായിട്ടൊരു പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഫാമിലി തീർച്ചയായിട്ടും ഒരുപാട് ട്രഡീഷൻസിനെയൊക്കെ വാല്യൂ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. ഒരു പാരമ്പര്യത്തിനൊക്കെ, ഒരു മതാചാരങ്ങൾക്ക് അവരുടെ രണ്ട് കാസ്റ്റ് ആവാനുള്ള ചാൻസാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് 2 മതത്തിലുള്ള ആൾക്കാരാവാം നിങ്ങൾ. തീർച്ചയായിട്ടും അതൊക്കെ അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഒരു സാമ്പത്തിക അരിഷിതാവസ്ഥ, ഒരു സാമ്പത്തികപരമായിട്ടൊരു ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുള്ള വ്യക്തികളൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു സ്നേഹം അവരിപ്പോൾ കാണിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയോട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാവാം, നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാവാം. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും കാസ്റ്റ് വ്യത്യസ്തമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു ഫാമിലി അക്സെപ്റ്റൻസ് ലഭിക്കില്ല എന്നോർത്ത് ആ ഒരു വ്യക്തി ഭയക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയിൽ അതൊരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം എങ്ങനെ കൊണ്ടുപോകണം മുന്നോട്ടെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു വ്യക്തി നിങ്ങളെ മാരി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊരു മാരേജിലേക്ക് എത്തുമോ എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് ഭയമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ആ ഒരു വ്യക്തി എന്താണ് ഒരുപാട് ടെൻഷനുണ്ട്. കാര്യം ഇത് സൊസൈറ്റി അംഗീകരിക്കാത്ത ബന്ധമാണ്. വിവിധ മതത്തിലുള്ള പെട്ടവരായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ടാവാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷമമൊക്കെ ആ ഒരു വ്യക്തിക്ക് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിനൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷനിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ബന്ധം ആ ഒരു വ്യക്തി ഇതിനെയൊക്കെ അവഗണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യങ്ങളെയൊക്കെ അവഗണിച്ച് വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനെയാണ് ഇതിനെ ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ, ഒരു വെയിറ്റൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. അതായത് ചിന്തിച്ച് നിൽക്കാതെ എന്താണ് ഉടൻ തന്നെ പ്രവർത്തിക്കാൻ സമയമായി എന്നാണ് ഈ ഒരു കാർഡ്. അപ്പോൾ അവർ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ആ ഒരു വ്യക്തിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ വിഷമഘട്ടങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. അതായത് ഇവിടെ ഒരു പേജ് ഓഫ് പെൻഡക്കിളിൻ്റെ കാർഡുണ്ട്. തീർച്ചയായിട്ടും അവരുമായിട്ട് കോൺടാക്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു കോൾ മെസ്സേജൊക്കെ ഒരു 2 വീക്സിനുള്ളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഒരു 2 മാസത്തിനുള്ളിൽ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നു, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് നിങ്ങളുമായിട്ടൊരു ബന്ധം എന്താണ് അവർ നിങ്ങളോട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമൊത്തൊരു ജീവിതമാണ് അവർ സ്വപ്നം കാണുന്നത്. ഒരു സന്തോഷകരമായ ജീവിതം, ഒരു ഫാമിലി അക്സെപ്റ്റൻസ് ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും ഇവിടെ ഒരു 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതൊരു റീയൂണിയനിലേക്കൊക്കെ എത്തുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് അത്രത്തോളം ഒരു സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ അകൽച്ചയിലാണെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കിടയിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഇമോഷണൽ ബോണ്ട് നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുമെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സണാണിത്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഒരു കാർമിക് റിലേഷനേക്കാളും സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത കൂടുതൽ. ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഒരു ഇച്ഛാശക്തി ഉപയോഗിച്ച് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അപ്പം ഒരു റീയൂണിയനൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി റീയൂണിയന് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു റീഡിങ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ കാണുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ നമ്മൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി. അപ്പം എല്ലാവരും അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ റീഡിങ് കണ്ടിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം, ഒരു ഗൈഡൻസ് കാർഡും കൂടെ എടുത്ത് നോക്കാം. ഒരു ഗൈഡൻസ് കാർഡും കൂടെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് നിർത്താം. എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. എപ്പോഴല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ലഭിക്കുമെന്ന് നോക്കാം. നമുക്ക് നോക്കാം എപ്പോഴൊരു അവരുടെ കോണ്ടാക്റ്റ് ലഭിക്കുമെന്ന് നോക്കാം. എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. വെൻ യു ആർ ഫുൾ റെഡി എന്ന് പറഞ്ഞൊരു കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ സെൽഫ് ലവിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി, ആ ഒരു എനർജി വേരിയേഷൻ അനുഭവപ്പെടുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാ വിധത്തിലുള്ള നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊക്കെ ഒന്ന് കാണുക. ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കുറിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. അപ്പം നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.